ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസമാണ് ആനി സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി വർക്ക് പ്രഷർ കാരണം മരണപ്പെട്ടു എന്നുള്ള വാർത്ത നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ വളരെ കാതലായിട്ടുള്ള ഒരുപാട് വശങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചില വർക്ക് പ്രഷറായിട്ടുള്ള ജോലികളിലൂടെ കടന്നു വന്ന് അത് മാറ്റി വേറൊരു ഫീൽഡിലേക്ക് ഒക്കെ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകരുടെയും ചില അനുഭവങ്ങൾ, അതിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ചില വളരെ ഉപകാരപ്പെടുന്ന ചില സൊല്യൂഷൻസ്, ഇതൊക്കെയാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഒരുപാട് കാലം എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യമാണ്. ഐ ഫെൽറ്റ് ദിസ് ഇസ് റൈറ്റ് ടൈം ടു ഷെയർ അബൌട്ട് ദിസ്. ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് വർക്ക് പ്രഷർ, വർക്ക് സ്ട്രെസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളിത് ഒരു ജോലിയായിട്ട് അസോസിയേറ്റ് ചെയ്യും. അതായത് ചിലപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി അഥവാ ബാങ്കിങ് പ്രൊഫഷൻസ് ഓർ അങ്ങനെ പല മേഖലകൾ നമ്മൾ പറയുന്നത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലിയാണ്, വളരെ ടെൻഷനാണ്, പ്രഷറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രഷറോ സ്ട്രെസ്സോ ഇല്ലാത്ത ഒരു ജോലി ലോകത്തില്ല, അല്ലേ? ഒരു ജോലിയും ഈ ലോകത്തില്ല. അപ്പോൾ എന്താണ് ശരിക്കും വർക്ക് പ്രഷറും വർക്ക് സ്ട്രെസ് എന്ന് പറയുന്നത്? സത്യം പറഞ്ഞാൽ പലപ്പോഴും ആയിരിക്കുന്ന ജോലിയല്ല നമുക്ക് പ്രഷർ അഥവാ സ്ട്രെസ്സ് തരുന്നത്, മറിച്ച് നമുക്ക് ചുറ്റുള്ള സാഹചര്യങ്ങളായിരിക്കാം. ഉദാഹരണത്തിന് ഒരു ടൈം ലൈൻ തരാം, ആ ടൈം ലൈനിൽ തന്നെ തീർക്കണം എന്ന് പറയാം. അതല്ലെങ്കിൽ എത്രയൊക്കെ ചെയ്താലും അതിനൊരു റെക്കഗ്നീഷൻ ഇല്ല. മാത്രമല്ല സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യേണ്ടി വരാം. നമ്മൾ അവഹേളിക്കുക, നമ്മളെ പുച്ഛിക്കുക. എത്രത്തോളം നമ്മൾ നന്നായി ഫങ്ഷൻ ചെയ്യാൻ നോക്കിയാലും നിനക്കൊരു കുറവുണ്ട്, അല്ലെങ്കിൽ നീ അങ്ങനെ പൊന്തി വരണ്ട, നീ ആളാവാൻ നോക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മളെ ചവിട്ടി താഴ്ത്താം. അതുപോലെ എക്സ്റ്റെൻഡഡ് വർക്കിംഗ് അവേഴ്സ് വളരെയധികം. ഇപ്പോൾ ഈ ആനി സെബാസ്റ്റ്യൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ 18 മണിക്കൂറൊക്കെ ആ കുട്ടി വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്ന ആ സമയത്ത് ഉറക്കമില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഒരു പക്ഷേ വെള്ളം പോലും മരിക്ക് കുടിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആൻഡ് ഓൾ ദിസ് ആഡിങ് ടു ദ സൈക്കോളജിക്കൽ പ്രഷർ ഓൾസോ. അപ്പോൾ പുതിയ വരുന്ന കുട്ടികൾ, അങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് നമ്മൾ ജോലിയിലേക്ക് ചേരുന്നു. ഇനി അഥവാ ജോലി ഓൾറെഡി നമുക്ക് 2-3 വർഷമെത്തി നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തന്നെയും ഇത്തരത്തിലുള്ള നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ വല്ലാതെ നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കത്തെ കൂട്ടും. ഇനി അതിലുപരി നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ്, സഹപ്രവർത്തകർ ഒട്ടും ഫ്രണ്ട്ലി അല്ലാതാവുക, അല്ലെങ്കിൽ ഈ തൊഴുത്തെ കുത്ത് ചെയ്യാന്നൊക്കെ പറയില്ലേ, പിന്നീന്ന് വലിച്ചിടുക, അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു തരാതിരിക്കുക, ഒട്ടും ഫ്രണ്ട്ലി അല്ലാത്ത ഒരു എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു എൻവയോൺമെൻറ്റിൽ നിൽക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി ടെൻസ്. എനിക്ക് തോന്നുന്നു ആക്ച്വൽ വർക്ക് സ്ട്രെസ് ഓർ വർക്ക് പ്രഷർ എന്ന് പറയുന്നത് ഈ സാഹചര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആവുന്ന വ്യക്തിക്ക് അതിലത്തെ ആ ഒരു ജോബിൻ്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം അറിയായിരിക്കും. ബട്ട് സ്റ്റിൽ ദേ വിൽ ബി എൻജോയിങ് ദ ജോബ്. പക്ഷെ അവർക്ക് സ്ട്രെസ്ഫുള്ളായിട്ട് തോന്നുന്നത് പലപ്പോഴും ഈ പറഞ്ഞ മാതിരി ഈ ചുറ്റുമുള്ള ഇതിലേതെങ്കിലുമുള്ളൊരു സാഹചര്യമായിരിക്കാം. ഇപ്പം ഞാൻ ബാങ്കിങ് മേഖലയിൽ ഒരു 7 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ ബാങ്കിങ് ജോബ് എന്നെടുക്കുമ്പോൾ അതിൽ നമുക്കങ്ങനെ എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതിലൊരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട്. അപ്പോൾ ഐ ഡിഡ് ലൈക്ക് ടോക്കിംഗ് ടു പീപ്പിൾ. അതൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. ആൾക്കാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുക, പ്രോഡക്റ്റ് സെല്ല് ചെയ്യുക, ഇതെല്ലാം നമുക്ക് ഓക്കെ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ടൈം ലൈൻ കുറഞ്ഞു വരികയും ടാർഗറ്റ് കൂടി വരികയും ചെയ്യും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ പൊതുവായിട്ടൊരു കോൾ ഇടുക, നമ്മൾ ആക്ഷേപിക്കുക, ഇങ്ങനത്തെയൊക്കെ ഒരു കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് പിന്നെ ആ ജോബ് തന്നെ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനാണ് ആക്ച്വലി വർക്ക് സ്ട്രെസ് അഥവാ വർക്ക് പ്രഷർ. നമ്മളിത് രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പഠിക്കണം. അങ്ങനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണുമ്പോഴാണ്, ഈ 2 ആംഗിൾ നമ്മളെടുത്ത് കാണുമ്പോഴാണ് വേർ എം ഐ ഓർ വാട്ട് ഐ വാണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ഈ ജോലിയാണോ എനിക്ക് വേണ്ടത്, അഥവാ എനിക്ക് വേണ്ടത് മറ്റൊരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ഫ്ലറിഷ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല, അഥവാ ഫ്ലറിഷ് ചെയ്താലും ഇറ്റ് ഈസ് അറ്റ് ദ കോസ്റ്റ് ഓഫ് മൈ മെൻ്റൽ ഹെൽത്ത് വിച്ച് ഐ ഡു നോട്ട് വാണ്ട് എന്നുള്ള തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഈ ഒരു ഡിസ്റ്റിങ്ഷൻ വേണം മനസ്സിൽ. ഇതാണ് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേരുടെ മനസ്സിലില്ലാത്തത്. ഇനി ഇത്തരത്തിലുള്ളൊരു വർക്ക് പ്രഷറിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ചിന്തിക്കുന്ന പല ആംഗിളുകളുണ്ട്. ഞാൻ അതിലേക്കാണ് ഇനി കടന്നു വരുന്നത്. ഇപ്പോൾ മെയിനായിട്ടുള്ളത് നമുക്കറിയാം, നമ്മളെല്ലാവരും പഠിക്കുന്നത് ജീവിക്കുന്നത് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ജോലി വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പം അങ്ങനെ ഒരു ജോലി കിട്ടിയതിൽ കയറുമ്പോൾ നമ്മൾ എന്ത് റീസൺ പറഞ്ഞാലും വർക്ക് സ്ട്രെസ്സറാണ്, വർക്ക് പ്രഷറാണ്, ഒന്നിനും എനിക്ക് സമയമില്ല, അങ്ങനെ ചെയ്യിപ്പിക്കണം ഇങ്ങനെ ചെയ്യിപ്പിക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവർ
എപ്പോഴും അതൊന്ന് കുറച്ചാണ് കാണുക. തുടക്കം അങ്ങനെയാണ്, ഒരു ജോലി കിട്ടാൻ എത്ര ബുദ്ധിമുട്ടാണെന്നറിയോ. പിന്നെ ഉടനെ നമുക്കൊരു എക്സാമ്പിളായിട്ട് കാണിച്ചാൽ പുറത്ത് എത്ര പേരാണെന്നറിയോ നിൻ്റെ ഈ ജോലി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക, എന്നിട്ട് നിനക്ക് ഈ ജോലി കിട്ടിയിട്ട് നീ ഇങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല. ഈ ഒരു നോഷനാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവർ പറഞ്ഞു തരുന്നൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു തോന്നലുണ്ടാക്കും, അത് നമ്മുടെ ചുറ്റുമുള്ളവരാണ്. കാരണം നമുക്ക് ഈ ഒരു ചിന്ത നമ്മൾ വരുമ്പോൾ നമ്മൾ നാച്ചുറലി നമ്മുടെ സഹപ്രവർത്തകരായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യും. എനിക്കത് ഭയങ്കര സ്ട്രെസ്സായിട്ട് തോന്നണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ പല റെസ്പോൺസും തരാൻ കോമൺ ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ്, ഞാൻ ജോയിൻ ചെയ്തപ്പോൾ അങ്ങനെയായിരുന്നു, എനിക്കും ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തുടക്കം ഉണ്ടാവും, ഇതൊക്കെ നമ്മളങ്ങനെ പഠിച്ച് വരണ്ടേ, ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ് എന്നുള്ള പേരിൽ അപ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നലാണ്, ഓക്കെ ഞാൻ കുറച്ചും കൂടി സഫർ ചെയ്യണം, കുറച്ചും കൂടി ഞാൻ ബെയർ ചെയ്യണം എന്നുള്ളൊരു ചിന്ത നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത് ശ്രമിക്കും. ഇനി മറ്റു ചിലരുണ്ട്, അവന് പറ്റുന്നുണ്ടല്ലോ ഇവന് പറ്റുന്നുണ്ടല്ലോ അപ്പോൾ നിനക്ക് പറ്റും, നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ ശ്രമിക്കുന്നില്ല. ദിസ് ക്രിയേറ്റ്സ് എ സെൽഫ് ഡൗട്ട്. നമുക്ക് തന്നെത്താനൊരു ഡൗട്ട് തോന്നും ദാറ്റ് എനിക്ക് ഈ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ ഞാൻ ഈ ജോലി വിട്ട് പുറത്ത് പോയി എനിക്ക് വേറെ ജോലിയും കിട്ടില്ല, അപ്പോൾ ഈ ജോലിയിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നതാണ് നല്ലത്. നമുക്ക് തന്നെ നമ്മുടെ ക്വാളിറ്റീസിൽ വല്ലാത്തൊരു ഇൻഫീരിയോറിറ്റി ഫീൽ ചെയ്യും. നമുക്ക് ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്കാണ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് കടന്നു വരും. ഞാൻ പറയുന്നത് ഒരു പരിധിവരെ ഈ ചിന്ത നമുക്ക് നല്ലതാണ്. അപ്പോഴാണ് നമുക്ക് വർക്ക് ചെയ്യാനും വി ഹാവ് ടു റേസ് അപ്പ് ദ ബാർ, നമ്മുടെ തന്നെ ആ ഒരു ലെവലിൽ റേസ് ചെയ്യാനും നമുക്കിത് ഹെൽപ്പ് ചെയ്യും. ഞാൻ ആ ഒരു ജെനുവിൻ ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിനല്ല പറയുന്നത്, മറിച്ച് വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ നമ്മൾ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന തോട്ട്സിനെ കുറിച്ചാണ് ഞാൻ വ്യക്തമായിട്ടിവിടെ പറയുന്നത്. ആ ഒരു ഡിസ്റ്റിങ്ഷൻ കേൾക്കുന്ന നിങ്ങളും മനസ്സിലാക്കുമല്ലോ. അപ്പോൾ ഇതാണ് മറ്റൊരു സാഹചര്യം നമുക്ക് ഉണ്ടാകുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ വീട്ടുകാരുടെ, നമുക്കറിയാം നമ്മുടെ പാരൻസിൻ്റെ മൊത്തത്തിലുള്ളൊരു അപ്രോച്ചാണ് അങ്ങനെ പെട്ടെന്ന് സ്വിച്ച് ഓവർ ചെയ്യരുത്, നമ്മൾ 1-2 വർഷം അവിടെ പിടിച്ചിരിക്കണം, നിനക്ക് എക്സ്പീരിയൻസ് കിട്ടണം, എന്നാലാണ് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ പ്രഷറിൽ നമ്മൾ നിന്നിട്ടും ആ ജോലി കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എനിക്കറിയാം, എൻ്റെ ഒരു കൊളീഗ് ഈ അടുത്ത് റിസൈൻ ചെയ്തു. എന്നിട്ട് ആ റെസിഗ്നേഷൻ ഹി ഹാഡ് ടു വിഡ്രോ ബിക്കോസ് അവൻ്റെ വീട്ടിൽ എസ്പെഷ്യലി ഹിസ് വൈഫ് ആൻഡ് ഹിസ് പേരൻസ് ഓൾസോ അവരൊട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഇറ്റ് വാസ് ഹെൽ അറ്റ് ഹിസ് ഹോം ദാറ്റ് ഫൈനലി ഹി ഹാഡ് ടു വിഡ്രോ ഹിസ് റെസിഗ്നേഷൻ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം സ്ട്രെസ് ഉണ്ടായിരിക്കും എന്നുള്ളത്. അതിനേക്കാൾ സ്ട്രെസ്സാണ് അവന് ഈ ജോലി തീരെ പറ്റുന്നില്ല, എന്നിട്ടും ഹി ഹാഡ് ടു ടേക്ക് ദാറ്റ് ഡിസിഷൻ. അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രെസ് ഉണ്ടെങ്കിലും നമ്മളവിടെ പിടിച്ചു നിൽക്കുന്നതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്. ഇതിന് വേറെയും ചില ആസ്പെക്റ്റ് ഉണ്ട്, ഞാൻ എനിക്ക് ഡീപ്പായിട്ട് പോകുന്നില്ല. കാരണം കുറേയൊക്കെ നമുക്ക് സെൽഫ് എസ്റ്റീം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്വാളിറ്റീസിലോ സ്കില്ലിലോ നമ്മുടെ മെറിറ്റിലോ ഒരു വിശ്വാസം ഇല്ലാത്തവരാണെങ്കിലും ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, മേ ബി ഐ റിസർവ് ഇറ്റ് ഫോർ സം അതർ വീഡിയോ. But here I'm talking about the actual, objective facts related to the work pressure environment that you are in. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു ആസ്പെക്റ്റിലേക്ക് ഞാൻ വരാം, വിച്ച് ഈസ് എപ്പോഴാണ് ഇതെൻ്റെ ശരീരത്തെ മനസ്സിനെ ബാധിക്കുന്നു എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ പറ്റാം. അപ്പോൾ ഞാനൊരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഐ എം നോട്ട് ആൻ ഓത്തറൈസ്ഡ് പേഴ്സൺ ടു സേ അബൌട്ട് എ വെരി സോ ഡിസ്ക്രിപ്റ്റീവ് ഫോംസ്. എനിക്കത് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഏറ്റവും പേഴ്സണലായിട്ട് എനിക്ക് അനുഭവിച്ച് ഞാൻ കടന്നുപോയ വഴിയെക്കുറിച്ച് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പലരോടും ഡിസ്കസ് ചെയ്തപ്പോൾ ദേ വെർ ഓൾസോ ഫീലിംഗ് ദ സെയിം തിങ്. സോ ദാറ്റ് ഈസ് വെൻ ഐ തോട്ട് ഓക്കെ ഇറ്റ്സ് ഫൈൻ ടു ഷെയർ ഇറ്റ് ഓൺ എ കോമൺ പ്ലാറ്റ്ഫോം. സോ നമ്മുടെ ബോഡി മൈൻഡ് നമ്മുടെ കോൺഷ്യസ്നേക്കാൾ വേഗം അത് റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ ക്യാച്ചപ്പ് ചെയ്യും കാര്യങ്ങൾ. എനിക്കെൻ്റെ വർക്ക് സ്ട്രെസ് വല്ലാതെ കൂടുന്ന പോലെ എനിക്ക് തോന്നിയപ്പോൾ ഉണ്ടായൊരു കാര്യമാണ്, എൻ്റെ ബോഡിയിൽ വല്ലാതെ പാൽപിറ്റേഷൻസ് വരെ, ഹാർട്ട് ബീറ്റ് കൂടാം. നമ്മുടെ ബോഡിയുടെ ഹാർട്ട് ബീറ്റ് കൂടും നമ്മൾ ആ ഒരു എൻവയോൺമെൻറ്റിൽ ഇരിക്കുമ്പോൾ. യു ക്യാൻ ഫീൽ ദാറ്റ് യുവർ ഹാർട്ട് ഈസ് നോട്ട് സെറ്റിൽഡ്. ഇങ്ങനെ പടപടാന്ന് അടിച്ചുകൊണ്ടിരിക്കുക, ഒരു പാൽപിറ്റേഷൻ ലെവലിലേക്ക് അത് വരും. സിവിയർ സ്ട്രെസ് അല്ലെങ്കിൽ സിവിയർ ആൻസൈറ്റിയുടെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. കാരണം വല്ലാത്ത ആകാംക്ഷ, ദിവസം ഫുള്ള് നമുക്കൊരു ആൻഷ്യസ് ലെവൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും, വിച്ച് ഈസ് ആക്ച്വലി വെരി ബാഡ് ഫോർ യുവർ ഹെൽത്ത്, ബോത്ത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ. കാരണം ബോഡിക്ക് കണ്ടിന്യൂസ്ലി ഈ ഫ്ലൈറ്റ് മോഡിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ആൻഷ്യസ് ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിനെ, നമ്മുടെ എനർജീനെ, മൈൻഡിനെ എല്ലാത്തിനും ഇങ്ങനെ ഡ്രെയിൻ ചെയ്യും. അപ്പം നമ്മൾ വലിയ മലമറയ്ക്കണ ജോലിയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, ബട്ട് യു വിൽ ഫീൽ വെരി ടയർഡ് ബീങ് ഇൻ ദാറ്റ് ജോബ്. നമുക്കൊരു ഫ്രഷ്നെസ്സോ നമുക്കൊരു സന്തോഷമോ നമുക്കൊരു എനർജിയോ സാറ്റിസ്ഫാക്ഷനോ ഒന്നും ഉണ്ടായിരിക്കില്ല, ബട്ട് റാദർ യു വിൽ ഫീൽ സോ ടയേർഡ്. ഇതാണ് വൺ ഓഫ് ദ തിങ് ദാറ്റ് മേ ഓർ ദാറ്റ് ഈസ് ലൈക്ലി ടു ഹാപ്പൻ.
അനദർ വൺ തിങ് ഈസ് യുവർ മെൻ്റൽ ഹാപ്പിനെസ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ഒട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരവസ്ഥ വരും. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്താലും നമുക്കൊരു ജോബിൽ ലൈവായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരു ഇൻവോൾവ്മെൻറ്റ് ഫീൽ ചെയ്യണം അല്ല. നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ യു ഷുഡ് ഫീൽ ഗുഡ്, യു ആർ എൻജോയിങ് ദ ടേസ്റ്റ് ആൻഡ് യു ഹാവിങ് ദ ഫുഡ്, ദ ടെക്സ്റ്റ്, എവറിത്തിങ്. ഓർ നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, യു ആർ എൻജോയിങ് ദാറ്റ് പ്ലേസ്. അല്ലെങ്കിൽ നമ്മൾ കമ്പനിയിൽ ഒരാളുടെ ഒപ്പം സംസാരിക്കുകയാണ്, യു ആർ ബീങ് ഇൻ ദാറ്റ് മൊമെൻറ്റ്. നമുക്കതുണ്ടായിരിക്കില്ല ആ ജോലിയിൽ. No matter what you do, at the end of the day, you're not just happy of what you're doing. And then you feel like you're pushing yourself. മനസ്സിലായി? നമുക്ക് ചില കാര്യങ്ങൾ തരുമ്പോൾ നമുക്കൊരു ബേർഡൻ ആയിട്ട് തോന്നുന്നത് നമുക്ക് ചലഞ്ചിങ് അല്ല, നമുക്കത് ആക്ച്വൽ ബേർഡൻ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇറ്റ് നെവർ ഫീൽസ് ലൈക്ക് യെസ് ഐ ഷുഡ് ഡു ഇറ്റ്, ഐ ഗോട്ട് എ ന്യൂ ടാസ്ക്, ലെറ്റ് മീ പ്രൂവ് മൈ സെൽഫ്. അങ്ങനെയല്ല നമുക്ക് ഫീൽ ചെയ്യുക. നമുക്കതൊരു ആഡഡ് ആൻസൈറ്റിയാണ്. ഓൾറെഡി നമ്മൾ ഭയങ്കര ആൻഷ്യസ് ആണ്, അതേക്കൂടെ ഒരു ആഡഡ് പ്രഷറായിട്ടായിരിക്കും നമുക്കത് ഫീൽ ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ കം ഔട്ട്. ഞാൻ ലോ ബി പി ഉള്ള ഒരാളാണ്. ഈ ലോ ബി പി ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ മേ ബി വർഷങ്ങൾക്ക് മുന്നേ എപ്പോഴും ഒന്ന് തലചുറ്റിയപ്പോൾ ലോ ബി പി ആണെന്ന് അറിഞ്ഞു, അത്രയേ ഉള്ളൂ. ബട്ട് അതർവൈസ് ഐ ഹാവ് നോട്ട് ഹാഡ് ദാറ്റ് ഇഷ്യൂ അറ്റ് ഓൾ. പക്ഷേ ഈ വർക്ക് സ്ട്രെസ് അഥവാ ഈ സ്ട്രെസ്ഡ് എൻവയോൺമെൻറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഇഷ്യൂ ഷോ അപ്പ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദെൻ ഐ വാസ് ലുക്കിംഗ് ടു റീസൺ ലൈക്ക് വൈ നൗ ആൻഡ് എന്നുള്ളതിന് മറ്റൊരു റീസണില്ല. അപ്പോൾ എല്ലാം റീസണിലേക്ക് എത്തുമ്പോൾ സ്ട്രെസ് ഇസ് വൺ ഓഫ് ദ റീസൺ എന്ന് പറഞ്ഞ പോലെ. ഒരു പക്ഷേ നിങ്ങൾക്ക് പുതിയ ഡിസീസുകൾ ഉണ്ടാവും, അതിനാണ് ചാൻസസ് വളരെ കൂടുതൽ. പലർക്കും ഈ എൻവയോൺമെൻറ്റിൽ നിൽക്കുമ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളൊരു അസുഖമാണെങ്കിൽ അതും ഷോ അപ്പ് ചെയ്യാൻ വളരെയധികം സാധ്യത കൂടുതലാണ് നമ്മൾ ഈ വർക്ക് സ്ട്രെസ് അഥവാ പ്രഷറിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇഫ് യുവർ ബോഡി ഷോയിങ് സച്ച് സൈൻസ്, പ്ലീസ് ലിസൺ and follow it up. And about that, നമ്മൾ ഇന്നർ വോയിസ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒരു ഗട്ട് ഫീലിംഗ് നന്നായിട്ട് വരും. ദാറ്റ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരുന്നു ദാറ്റ് യു ആർ നോട്ട് മെന്റ് ഫോർ ദിസ്, പ്ലീസ് മൂവ് എന്ന് എൻ്റെ ഉള്ളിൽ തന്നെ എന്നോട് പറയുന്നുണ്ടായിരുന്നു. ബട്ട് വിച്ച് ഐ kept on silencing or not looking to that side, and finally I ended up more time being in that toxic job. ഈ ടോക്സിസിറ്റി എന്നുള്ള വേർഡൊക്കെ നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. കാരണം അല്ലെങ്കിൽ ഈ വർക്ക് സ്ട്രെസ് എന്നുള്ളതാണെങ്കിലും, കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്ട്രെസ് ഇല്ലാത്തൊരു ജോലി ഇല്ല. ഏത് ജോലി എടുത്താൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ എവിടെയോ ഒരു സിൽവർ ലൈൻ ഉണ്ട്. ആ സിൽവർ ലൈൻ എന്താണെന്നറിയോ? എനിക്ക് പറ്റുന്ന സ്ട്രെസ് ആയിരിക്കില്ല നിങ്ങൾക്ക് പറ്റുന്നത്, ഓർ വൈസ് വേഴ്സ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എനിക്ക് ബാങ്കിങ്ങിൻ്റെ സ്ട്രെസ് എനിക്ക് സാധിക്കില്ല, എനിക്ക് ആ സ്ട്രെസ് ഇഷ്ടമല്ല. എപ്പോഴും നമ്മളൊരു വാച്ച് ഡോഗ് നമ്മുടെ മുകളിലുണ്ടായിരിക്കും. എല്ലാ ദിവസവും വിളിച്ച് കോൺ കോൾ അറ്റൻഡ് ചെയ്യണം, ഇന്നത് നിങ്ങൾ തീർത്തോ, ഇത്ര ചെയ്തോ, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ. ആ പ്രഷർ എനിക്ക് പറ്റില്ല. വെയർസ് നൗ ഐ എം എ ലെക്ചറർ, സോ I have to read a lot, I have to prepare a lot. I am a faculty working for civil service coaching. അപ്പോൾ ആ ഒരു മേഖലയെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 3 ന്യൂസ് പേപ്പറെങ്കിലും ദിവസം വായിക്കണം, അതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കണം, അപ്ഡേറ്റഡ് ആയിരിക്കണം, പല ടോപ്പിക്കിൽ ലിങ്ക് ചെയ്യണം, അത് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതും പ്രഷറാണ്, റൈറ്റ്? സോ പലരും പറയും ആ ജോലി സ്ട്രെസ് ആയതുകൊണ്ട് വിട്ടതാണല്ലേ എന്ന്. അങ്ങനെയല്ല, ആ സ്ട്രെസ് എനിക്ക് എടുക്കാൻ പറ്റാത്ത കാരണമാണ് ഞാൻ വിട്ടത്. ഐ എം നോട്ട് ലൈക്കിംഗ് ദാറ്റ് സ്ട്രെസ്. യു ക്യാൻ നെവർ റൺ അവേ ഫ്രം സ്ട്രെസ്. യു ഹാവ് ടു ഫേസ് ഇറ്റ്, യു ഹാവ് ടു ഹാൻഡിൽ സ്ട്രെസ്. അതേ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ഈ സ്ട്രെസ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ സ്ട്രെസ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഇതാണ്. അതായത് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കണം, എനിക്ക് ഏത് രീതിയിലുള്ള സ്ട്രെസ്സ് എത്രത്തോളം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ചിലർക്ക് സ്റ്റേജിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റും, കാരണം അവർക്ക് അതൊരു സ്ട്രെസ്ഫുൾ അല്ല. മറ്റു ചിലർക്ക് ചിലപ്പോൾ ഒന്ന് നോക്കി വായിക്കാൻ പറഞ്ഞാൽ മതി, അവരവിടെ കുഴഞ്ഞു വീഴും, കാരണം ആ സ്ട്രെസ് അവർക്ക് പറ്റുന്നില്ല. മനസ്സിലായി? അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റ് കൊടുത്താൽ ചിലപ്പോൾ അത് വായിക്കാൻ പറ്റിയിരിക്കും 4 ആൾക്കാരുടെ മുന്നിൽ. സംസാരിക്കാൻ പറ്റില്ല, ബട്ട് ദേ ക്യാൻ പ്ലേ ആൻ ഇൻസ്ട്രുമെൻറ്റ് ബിക്കോസ് ദേ എൻജോയ് ദാറ്റ്. മനസ്സിലായോ? സോ ദിസ് ഈസ് വാട്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് അബൌട്ട് വാട്ട് ഈസ് സ്ട്രെസ് ടു യു ഓർ വാട്ട് ഈസ് സ്ട്രെസ് ടു മീ. മനസ്സിലായി? അപ്പോൾ ഈ ജോബ് സ്ട്രെസ് ഓർ അപ്പോൾ ഞാൻ അതിന് പോകാം എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. മറിച്ച് നമ്മൾ തന്നെ ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനോ പറഞ്ഞു കൊടുക്കണം ദാറ്റ് യു ചൂസ് യുവർ സ്ട്രെസ്. യു ഡോണ്ട് റൺ അവേ ഫ്രം സ്ട്രെസ്, or you don't tend to look out for a very cool job. I don't think there's something like that. We have stress for every field. അപ്പോൾ ഈ സ്ട്രെസ്സിൻ്റെ ഒരു നിർവചനം, അല്ലെങ്കിൽ സ്ട്രെസ്സ് നമ്മുടെ ആക്ച്വൽ ലൈഫിൽ ഇതാണ്, അതിൽ നമുക്ക് ഓടിപ്പോകാൻ സാധിക്കില്ല, മറിച്ച് നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നുള്ളൊരു അവബോധം നമുക്ക് ഉണ്ടായാൽ ഒരു ക്ലാരിറ്റി കിട്ടും. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ എന്താ? അതായത് നിങ്ങൾക്കറിയാം, നിങ്ങളെ പ്ലേസിലല്ല,
യു കൻ നോട്ട് ബി ദെയർ. ബട്ട് എന്താ പറയുക, അത് എങ്ങനെ ഡിസൈഡ് ചെയ്യണം, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കുറേ തോട്ട് പ്രോസസ്സിൽ കൂടെ നിങ്ങൾ പോകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞ മാതിരി ഫിസിക്കലി നമ്മുടെ ബോഡി നമുക്ക് എന്താ പറയുക ലക്ഷണങ്ങൾ ഓരോ സിഗ്നൽസ് തന്നു കഴിഞ്ഞാൽ ഐ സ്ട്രോങ്ലി സേ യു ഷുഡ് ലിസൺ ടു ഇറ്റ്. ആൻഡ് ദെൻ വാട്ട് ടു ഡു എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയട്ടെ, നമ്മൾ ഒരു പ്ലാൻ ബി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ നമ്മുടെ സ്ട്രെസ്സ് പാതി കുറയും. കാരണം നമുക്കൊരു പ്ലാൻ ഇല്ല, ബട്ട് വി ഹാവ് ടു ബി ഇൻ ദാറ്റ് വർക്ക് സ്ട്രെസ്ഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ബോഡിക്ക് അത് വല്ലാത്തൊരു എന്താ പറയുക ഒരു ടോർച്ചറായിട്ട് ഫീൽ ചെയ്യുക. പക്ഷേ ഓക്കെ, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ്, ഐ അഗ്രി ദാറ്റ്, ഐ അക്നോളജ് ദാറ്റ്, ബട്ട് ഐ എം നോട്ട് ഗോയിങ് ടു സ്റ്റേ ഹിയർ ഫോർ ലോങ് ആൻഡ് ഐ എം ഗോയിങ് ടു ക്വിറ്റ് എന്നൊരു തീരുമാനം എടുത്ത് വെൻ യു സ്റ്റാർട്ട് ലുക്കിംഗ് ഔട്ട് ഓർ വെൻ യു സ്റ്റാർട്ട് സീക്കിംഗ് അനദർ ജോബ് ഓർ സംതിങ് ദാറ്റ് യു വോണ്ട് ടു ഡു, അപ്പം തന്നെ നിങ്ങളുടെ ഒരു എന്താ പറയുക സ്ട്രെസ്സ് കുറേയൊക്കെ കുറയും. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ചെയ്തൊന്നാണ്, നമുക്കൊരു ടൈം ലൈൻ വെക്കാം. അതെപ്പോഴും നല്ലതായിരിക്കും. നമ്മളിപ്പോൾ വേറൊരു ജോലി കിട്ടിയിട്ട് മാറാം എന്ന് പറയും, അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം തന്നെ. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ ഈ മാസം സെപ്റ്റംബറാണ്, സേ ഇൻ ഡിസംബറിൽ നോ മാറ്റർ വാട്ട് ഐ എം ഗോയിങ് ടു ക്വിറ്റ്. അപ്പോൾ നമ്മൾ തന്നെ നമുക്കൊരു ടൈം ലൈൻ തരുന്ന പോലെയാണ്. യു വിൽ സ്റ്റാർട്ട് ബീങ് മോർ വിജിലൻറ്റ് ഇൻ യുവർ ഹാർട്ട്. യു വിൽ സീക്ക് ഫോർ മോർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അതും നമ്മൾ ഒരു പരിധി വരെ നമ്മളെ കാം ചെയ്യിക്കാനും അടുത്തൊരു ഡിസിഷൻ എടുക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇൻഡിസിസീവായി നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ഡിസിഷനും എടുക്കാതെ ഒരു മിഡിൽ പാത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ കൂടുതൽ സ്ട്രെസ്ഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അതേസമയം നമ്മളൊരു ഡിസിഷൻ എടുത്തു എന്ന് വിചാരിക്കുക, ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ്സ് കുറേയൊക്കെ നമുക്ക് കുറയും. ഇനിയിപ്പോൾ നമുക്ക് ക്വിറ്റ് ചെയ്യാൻ സാധിക്കില്ല, അതിൽ തന്നെയാണ് നിൽക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഉറച്ച് മനസ്സിനെ ഓരോ ദിവസവും ഓരോ കുഞ്ഞു സ്റ്റെപ്സായിട്ട് നമ്മൾ കൊണ്ടുപോകണം. മേ ബി ഐ ഡു എ വീഡിയോ ഓൺ ദാറ്റ് സം അതർ ടൈം. ഇപ്പോൾ ഈ ജോബിൽ തന്നെ നിൽക്കണമെങ്കിൽ നമ്മളൊന്ന് പൊരുത്തപ്പെടണം ഇൻ എ ഡിഫറെൻറ്റ് വേ. മനസ്സിലായി? പൊരുത്തപ്പെടാൻ ചോദിക്കുക, സ്ട്രെസ് ഉണ്ട്, ഞാൻ കൺട്രോൾ ചെയ്യും, സ്ട്രെസ്സ് അങ്ങനെയല്ല, മറിച്ച് എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ അത് ബാധിക്കാതെ എനിക്ക് എങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ നിലനിൽക്കാം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ അത് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഐ എം ജസ്റ്റ് കൺക്ലൂഡിങ് ദ വീഡിയോ ബിക്കോസ് ഇറ്റ്സ് ഗെറ്റിംഗ് ടു ലോങ്. അപ്പോൾ the only thing that I want to tell you is no job is worth to compromise your mental health. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങളൊരു കാര്യം അറിയാം, നിങ്ങൾ റിസൈൻ ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഇല്ല, എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ യു ക്യാൻ ബി ഈസിലി റീപ്ലേസ്ഡ്. അവരൊരു എന്താ പറയുക, വി ആർ സാഡ് ഫോർ ദിസ് പേഴ്സൺ എന്തെങ്കിലും ഇടും, കഴിഞ്ഞു. ആൻഡ് ദ നെക്സ്റ്റ് മൊമെൻറ്റ് ദർ വിൽ ബി എ പേഴ്സൺ ടു റീപ്ലേസ് യു. ദ ഷോ വിൽ ഗോ ഓൺ. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ സിമിലറായിട്ടുള്ള ഇഷ്യൂസിൽ കൂടെ പോകുന്ന ഒരു ക്ലാരിറ്റി കിട്ടാൻ ബുദ്ധിമുട്ടുന്ന ഡിസിഷൻ എങ്ങനെ എടുക്കണം എന്ന് ചിന്തിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. താങ്ക് യു സോ മച്ച്.